ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും VVPSC സൊല്യൂഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 582/2023 മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയാണ്. അപ്പോൾ അതിൽ ഏതാനും ബയോളജിയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് പവർ ഹൗസ് ഓഫ് സെൽസ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് പവർ ഹൗസ് ഓഫ് സെൽസ്? അതിൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി മൈറ്റോകോൺട്രിയ ആണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് PSCക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാവർക്കും പരിചയമുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൂടെ അറിഞ്ഞിരിക്കണം. ഒരു കോശത്തിന് ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മൈറ്റോകോൺട്രിയയാണ്. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിൽ കൂടുതലായി കാണുന്ന കോശഭാഗം മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ പവർ ഹൗസ് കൂടാതെ കെമിക്കൽ ഫാക്ടറി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാലും മൈറ്റോകോൺട്രിയയാണ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഹ്യൂമൻ സ്കെലട്ടൺ കണ്ടെയ്ൻസ് ഡാഷ് ബോൺസ്. ദ ഹ്യൂമൻ സ്കെലട്ടൺ കണ്ടെയ്ൻസ് ഡാഷ് ബോൺസ്. റൈറ്റ് ആൻസർ വരുന്നത് 206 ആണ്, 206. അതും നമുക്ക് അറിയുന്ന ചോദ്യം തന്നെയാണ്. നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 300 വരുന്നത്. അതുകൂടാതെ നമുക്കറിയാം ഈ അസ്ഥികൂടം മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അക്ഷാസ്ഥികൂടവും അനുബന്ധ അസ്ഥികൂടവും. അപ്പോൾ അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത് ടോട്ടൽ 80 എണ്ണമാണ്. അനുബന്ധ അസ്ഥികൂടത്തിൽ വരുന്നത് ടോട്ടൽ 126, 126 കൂടാതെ മനുഷ്യ ശരീരത്തിൽ ചട്ടക്കൂടായിട്ട് വർത്തിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷാസ്ഥികൂടമാണ്. ആ അക്ഷാസ്ഥികൂടത്തിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാലോ? തലയോട്, മാറെല്ല്, നട്ടെല്ല്, വാരിയെല്ല്. തലയോടിലെ അസ്ഥികൾ 22, മാറെല്ല് 1, നട്ടെല്ല് 33, വാരിയെല്ല് 24. ഇനി അനുബന്ധ അസ്ഥികളുടെ എണ്ണം നമ്മൾ പറഞ്ഞു 126. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? കൈകൾ 60, കാലുകൾ 60, ഇടുപ്പല്ല് 2, തോളല്ല് 4. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സിനോവിയൽ ജോയിൻറ്റ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സിനോവിയൽ ജോയിൻറ്റ്? റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സ്യൂച്ചർ ബിറ്റ്വീൻ സ്കൾ ബോൺസ്. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ഈ സെനുവൽ ജോയിൻറ്റിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. രണ്ട് അസ്ഥികൾ പരസ്പരം ബന്ധിക്കുന്ന ഉപരിതലങ്ങളുടെ ഇടയിൽ ദ്രാവകം നിറഞ്ഞ സൈനോവിയൽ അറ കാണപ്പെടുന്നു. ഈ ക്രമീകരണം ചലനം സുഗമമാക്കാൻ വേണ്ടി സഹായിക്കുന്നു. എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? ഏതൊക്കെ കാറ്റഗറിയാണ്? ഗോളരസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. പിന്നെ വിജാഗിരസന്ധി, ഹിഞ്ച് ജോയിൻറ്റ്. കീലസന്ധി, പൈവോട്ട് ജോയിൻറ്റ്. തെന്നി നീങ്ങുന്ന സന്ധി, ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. പര്യാണസന്ധി, സാഡിൽ ജോയിൻറ്റ്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ന്യൂറോൺ? വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ന്യൂറോൺ? ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മാസ്റ്റ് സെൽ. ഓപ്ഷൻ ഡി മാസ്റ്റ് സെല്ലാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ന്യൂറോണായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ PSC ചോദിക്കാറുണ്ട്. നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ചോദിച്ചാൽ ന്യൂറോണാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം, ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശം, വിഭജനശേഷി ഇല്ലാത്ത കോശം, ഇതൊക്കെ ചോദിച്ചാൽ ആൻസർ ഏതാണ്? ന്യൂറോണാണ്. കൂടാതെ എന്താ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഡെൻഡ്രൈറ്റ്സ് പറഞ്ഞാൽ ഡെൻഡ്രോണിൻ്റെ ശാഖകൾ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുന്ന ഭാഗം, അതാണ് ഡെൻഡ്രൈറ്റ്സ്. ആക്സോൺ എന്താണെന്ന് ചോദിച്ചാൽ കോശ ശരീരത്തിൽ ഏറ്റവും നീളം കൂടിയ തന്തു. കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുക, അതാണ് അതിൻ്റെ ഫങ്ഷൻ. ആക്സോണൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സോണിൻ്റെ ശാഖകളാണ്. അതായത് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ആക്സോണൈറ്റ് ആണ്. അടുത്തത് ഡെൻഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. അതുകൂടാതെ ഡെൻഡ്രോണിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഷാൻ കോശമാണ്. ഷാൻ കോശം എന്ന് പറഞ്ഞാൽ ആക്സോണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്, ആക്സോണിനെ വലയം ചെയ്തു കാണുന്നതാണ് ഷാൻ കോശം. അടുത്തത് സിനാപ്റ്റിക് നോബ്. അപ്പോൾ സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്തിനെ നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. അതാണ് നാഡീയ പ്രേക്ഷകത്തെ ശ്രവിക്കുന്നത് ഏതാണ്? സിനാപ്റ്റിക് നോബിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ന്യൂറോണായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും.